പൊക്കിക്ക് ഇതോ ആ രണ്ട് സൈഡിൽ പൊക്കിക്ക് ഇത്ര വെയിറ്റേ ഉള്ളൂ. എന്തിനാ ഒരു ചെറിയ പാവ കുട്ടി എടുക്കുമ്പോൾ അല്ലേ എടുത്തത്? ഈ ഒരു ഗ്രോ ബാഗിൽ ഇത്രയും മണ്ണ് വരുമ്പോൾ ഈ ഒരു ബലം പ്രയോഗിച്ചാൽ മതിയാ? വെയിറ്റില്ല. അതാണ് നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണ് ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കാൻ കുറച്ച് മെത്തേഡായിട്ടാണ്. ആദ്യം ചെയ്യുന്നത് മണ്ണിന്റെ അസിഡിറ്റി മാറ്റാൻ വേണ്ടി കുമ്മായം ഇട്ട് വെച്ചതിന് ശേഷം അതിൽ ഇല്ല കഴിയില്ല, അതല്ല കഴിക്കുന്ന കുമ്മായം ഇട്ട് വെച്ചതിന് ശേഷമാണ് 30 ദിവസം കഴിഞ്ഞാണ് മണ്ണിൽ ചാണകം, കോഴിക്കാഷ്ടം, എന്തെല്ലാം ജൈവവളമുണ്ട് അതെല്ലാം ഇട്ടെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിൽ വെക്കുന്നത്. ഈ ഒരു പോണിയുണ്ട്, വിസ്താരം കൂടിയത് കുറഞ്ഞതെല്ലാം ഉണ്ട്. ഇത് ഇപ്പോൾ വിസ്താരം കൂടിയാണ്, വിസ്താരം കുറഞ്ഞാണ് ഇത് പറ്റിയത്. വലിയ ഗ്രോ ബാഗോ ബാരലൊക്കെയാണെങ്കിൽ ഇത് വേണം. ഇത് നമ്മൾ ഇതിനകത്ത് വെക്കുന്നു. വെച്ചിട്ട് നമ്മൾ ഈ മിശ്രിതം തയ്യാറാക്കിയ മണ്ണ് ഇതിനകത്ത് അതിൻ്റെ അടിയിൽ ഒരു ലെയർ തൊണ്ട് ചരിച്ച് വയ്ക്കും. അത് ശകലം മറയത്തക്ക വിധത്തിൽ വളം ചേർത്ത മണ്ണിട്ടതിന് ശേഷം ഇതിനെ വയ്ക്കും. ഇതിനെ വെച്ച ശേഷം നമ്മൾ ഈ വളം ചേർത്ത മണ്ണെല്ലാം ഇതിനകത്തേക്ക് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം കരിയില നേരത്തെ എടുത്തിട്ട് അതിനെ നമ്മൾ പച്ച ചാണകവും ശർക്കര ലായനിയും തളിച്ച് വയ്ക്കും. 1 മാസം കഴിയുമ്പോൾ അതെല്ലാം പൊടിഞ്ഞ് അതിനകത്ത് ജീവാണുക്കളും സൂക്ഷ്മാണുക്കളും വളരും. അതാണ് ഇറക്കി വയ്ക്കുന്നത്. അത്രയും വെച്ചിട്ട് ഇവിടെ നമ്മൾ ചെടി നടും. ചെടി നട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ക്രമേണ ഈ ഇലകളെല്ലാം ഇതാവും. അതിനേക്കാളും കൂടുതൽ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വേര് ഇതിനെ ഒന്ന് പിടിച്ചിട്ട് നല്ല ഓക്സിജൻ കിട്ടുന്നുണ്ട്. ഇരട്ടി വളപ്രയോഗം ഇതിന് വരുന്നുണ്ട്. നമ്മൾ ആവശ്യമുള്ള വളം ഇത് വലിച്ചെടുക്കും, ബാക്കി ഇതിൽ കിടക്കുകയും ചെയ്യും. അതാണ് ഈ വെയിറ്റ് ഇല്ലാത്തത്.